വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പം നാസ്ഡാക്ക് ലൈവ് ട്രേഡ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. അപ്പം ടൈം ഇൻ USA, ടൈം ഇൻ ചിക്കാഗോ. സോ വാട്ട് ഇസ് ദ ടൈം? 2:13 PM. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനിലേക്ക് കടക്കുകയാണ്. അപ്പം 2:13 എന്ന് പറയുമ്പോൾ ഇതുണ്ടോ, 12, 14, 13 ലൈവ് മാർക്കറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നാട്ടിലെ സമയം 15. ഇത് ഇന്നത്തെ ഡേറ്റ് തന്നെ, നാട്ടിലത്തെ അല്ല, നമ്മുടെ ഇവിടുത്തെ സമയമാണ്, കുവൈറ്റ് ടൈം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു ട്രേഡിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നു. സോ ദിസ് വാസ് എ വോളിയം ബ്രേക്ക് ഔട്ടാണ്. ഇതൊരു വോളിയം ബ്രേക്ക് ഔട്ടാണ്. സോ ഈ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നതിന് ശേഷം പ്രൈസ് വീണ്ടും ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം എക്സെപ്ഷണൽ വോളിയം ഇവിടെ രണ്ടാമത്തെ വോളിയം ബ്രേക്ക് ഔട്ട് നടന്നു. സോ നമുക്കിവിടെ ഇനി ഷോർട്ട് നമുക്ക് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എയ്തർ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യണം. സോ അങ്ങനെ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് ഇവിടെ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഇവിടെ നമുക്ക് പുൾ ബാക്ക് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ പുൾ ബാക്ക് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഡൗൺ ട്രെൻഡ് വരുമ്പോഴത്തേനും ദിസ് വാസ് എ പുൾ ബാക്ക്, ഇറ്റ് ഈസ് മിറ്റിഗേറ്റഡ്, ലീവ് ഇറ്റ്. ഓക്കെ, അഗെയിൻ ദിസ് ഈസ് എ പുൾ ബാക്ക്, അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ, പ്രൈസ് ഈസ് കമ്മിങ് ഡൗൺ, മിറ്റിഗേറ്റഡ് അല്ലേ. അപ്പോൾ ഇത് ഇൻവാലിഡായി. വീണ്ടും ഇനി ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടോ ഇവിടെ ഇല്ല, ഈക്വൽ ലോ ആണ്. ഈക്വൽ ലോ വരുമ്പോഴത്തേനും പ്രൈസ് കൺസോളിഡേഷൻ വന്നു. സോ നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? കൺസോളിഡേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് വോളിയം കൺഫർമേഷൻ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കൂടുതൽ നമ്മളതിനകത്ത് തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തിരക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എല്ലാം തെറ്റിപ്പോകും. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കേണ്ട വളരെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഈസ് എ പ്രോസസ് ആൻഡ് യു ഹാവ് ടു ഡിഫൈൻ സം റൂൾസ് ഫോർ ദ ട്രേഡിംഗ്. അത് നമ്മൾ ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ പറയുന്നത് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ഹൈയിൽ പ്രൈസ് കയറുവാണെങ്കിൽ മാത്രമേ നമ്മൾ ഷോർട്ട് പൊസിഷനിലേക്ക് നമ്മൾ നോക്കാവുള്ളൂ. സോ നമ്മളുടെ ഇൻട്രസ്റ്റ് ഏരിയ എന്ന് പറയുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ മുഴുവനും ലിക്വിഡിറ്റി പൂൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അതായത് ഈ ലെവലിന് മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്യാൻ വരുമ്പോഴത്തേനുമാണ് ആക്ച്വലി ഇവിടുത്തെ കംപ്ലീറ്റ് ഓർഡേഴ്സ് ട്രിഗർ ചെയ്യുന്നത്. സോ ഇതിന് മുകളിലേക്ക് പ്രൈസ് കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എല്ലാവരും അവിടെ ഇൻട്രസ്റ്റഡ് ആകും. ബിക്കോസ് ഇനിയും പ്രൈസ് മുകളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് വരുന്നത്. ആക്ച്വലി അങ്ങനെ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് ലിക്വിഡിറ്റി പൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വെച്ച് നമ്മൾ എൻട്രി എടുക്കുന്നത് നമുക്ക് സേഫ് ആണോ? അല്ല. പക്ഷേ നമുക്ക് ഇവിടെ വെച്ച് ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റുമോ? ബിക്കോസ് നാസ്ഡാക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ഹൈ. അപ്പോൾ നമുക്ക് ഓൾ ടൈം ഹൈയിൽ നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം ഈ ഓൾ ടൈം ഹൈയിൽ ഇവിടെ ഹയസ്റ്റ് പോയിന്റിൽ ക്വാണ്ടിറ്റി അഡീഷൻ നടക്കുന്നുണ്ടെന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ ക്വാണ്ടിറ്റി അഡീഷൻ നടന്നു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി മാർക്കറ്റ് താഴെ, കുറച്ച് നേരം കഴിഞ്ഞ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരും. സോ നമ്മൾ നോക്കുന്നത് ഏതൊരു പോയിന്റിൽ വെച്ചാണ് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇപ്പം ഒരു ഈ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലൈൻ നോക്കി ഇവിടെ നോക്കുമ്പോഴത്തേനും ഇതിൻ്റെ പകുതി ഏരിയകളോ ആയുള്ളൂ. സോറി, സോ നമ്മൾ ഇതിൻ്റെ ഒരു ഏരിയ വരച്ച് വെക്കുകയാണെങ്കിൽ ഇവിടം വരെ നമുക്ക് നോക്കാം. ഈ ഒരു പ്രൈസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിന് താഴെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ മുകളിൽ പ്രൈസ് ട്രേഡ് ചെയ്തു. എഗെയിൻ ഹ്യൂജ് വോളിയം അഡീഷൻ ഈസ് ഹാപ്പനിങ് അല്ലേ. അപ്പോൾ ഹ്യൂജ് വോളിയം അഡീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ താഴോട്ടുള്ള മാർക്കറ്റാണ് മുകളിലോട്ട് കയറുന്ന മാർക്കറ്റ്, അതിന് ശേഷമേ താഴോട്ട് വരുള്ളൂ. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കണം. അപ്പോൾ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടുകയില്ല. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം പ്രൈസ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഇപ്പം ഈ ഒരു ബോക്സിൽ നമ്മളുടെ ഇതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീനാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഇതൊരു 50% ഈ ബോക്സിൻ്റെ കൺസോളിഡേഷൻ റേഞ്ചിൻ്റെ 50% ഓർഡേഴ്സ് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തു. ഇനി അതിന് മുകളിൽ 50% മുകളിലുണ്ട്, 50% താഴെയുണ്ട്. സോ പ്രൈസ് വൺ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഈ ബോക്സിന് വെളിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ്. ഫ്രഷ് ബയേഴ്സ് ഇവിടെ പൊസിഷൻ ബൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അവർ ബയേഴ്സ് ഇവിടെ ഫ്രഷ് ബയേഴ്സ് ഇവിടെ തൊട്ട് ബൈയിങ് തുടങ്ങും മുകളിലേക്ക്. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ഇവിടെ സെൽ ഓർഡേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇനി ഇവിടെ ഇപ്പം സെല് ചെയ്ത് വെച്ചിരിക്കുന്നവർ എന്ത് ചെയ്യും? ഇവിടെ ബൈ ഓർഡർ, ഇതിന് മുകളിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ബൈ ഓർഡർ ആക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ബൈ ചെയ്ത് വെച്ചിരിക്കുന്നവർ ഇവിടെ ഇതിന് താഴെ സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ്. അപ്പം പ്രൈസ് താഴേക്ക് വരുമ്പോഴത്തേനും ആ ഓർഡേഴ്സ് മുഴുവനും കളക്ട് ചെയ്ത് പോകും. സോ ലോട്ട് ഓഫ് ഓർഡേഴ്സ് ആർ ദെയർ ഇൻ ബിറ്റ്വീൻ. നൗ ഇറ്റ്സ് ക്ലിയർ. നൗ നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസ് ഈസ് കൺസോളിഡേറ്റിംഗ്, ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ വോളിയം അഡീഷൻ ഈസ് ഹാപ്പനിങ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒറ്റ ഹൈസ്റ്റ് റേഞ്ചിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വൺസ് ഇവിടെ ലിക്വിഡേഷൻ പ്രോസസ്സ് ഗെറ്റ് ഓവർ ചെയ്യുമ്പം നമ്മൾ അവിടെ പൊസിഷൻ എടുക്കും. സോ എവിടെയായിരിക്കണം നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത്? സോ നൗ യു സി പ്രൈസ് മുകളിലേക്ക് കയറുന്നുണ്ട്. സോ ഇനി നമ്മളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഷോർട്ട് പൊസിഷൻ നമ്മൾ ട്രിഗർ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടം വരെ വരുമ്പോഴായിരിക്കും നമ്മളുടെ ഷോർട്ട് പൊസിഷൻ നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മളൊരു ഇച്ചിരി പ്രൈസ് മുകളിലേക്ക് ഇവിടം വരെ നോക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മളുടെ എൻട്രി പുഷ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടുത്തെ ലിക്വിഡിറ്റി പൂൾസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് എപ്പോഴാണോ ട്രാപ്പിലാകുന്നത് ആ സമയത്തായിരിക്കും നമ്മൾ എൻട്രിയിൽ കയറുന്നത്. അതിനുശേഷം പ്രൈസ് ആക്ച്വലി ഇതൊരു കൺസിസ്റ്റൻറ്റ് ഡൗൺ ട്രെൻഡാണ്. ഈ ഒരു പുൾ ബാക്കിലോട്ട് പ്രൈസ് വരണം. ഇതാണ്. അപ്പോൾ ദിസ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ വോളിയം ബേസ്ഡ് ട്രേഡിങ്ങിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പ്രൈസ് നോക്കുവാണ് എവിടം വരെ വരും എന്നുള്ളത്. സോ ഓക്കെ, ഞാൻ ഇവിടെ എൻ്റെ മാർക്കറ്റിൻ്റെ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഇതും വെച്ചിരിക്കുക. ഇവിടെ നോക്കിയത് ഉണ്ടോ, റിയൽ ടൈം ഇവിടെ അത് കാണിക്കാം ഉണ്ടോ, US റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ. അപ്പം ഇത് റീപ്ലൈ ബട്ടൺ അല്ല, നമ്മളെ സംബന്ധിച്ച് ഓൾ ടൈം ഹൈയിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട ഹോബിയാണ് ഓൾ ടൈം ഹൈയിൽ ഷോർട്ട് അടിക്കുക എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ എൻട്രിക്ക് ആ സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട്, എവിടെ വെച്ചായിരിക്കണം നമ്മുടെ എൻട്രി എടുക്കുന്നതെന്ന്. സോ ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 18,698. അപ്പോൾ നമുക്കൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ആ തോട്ട് പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രിക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിവിടെ എക്സെപ്ഷണൽ ഇവിടെ ഒരു സെല്ലിംഗ് ട്രിഗർ ചെയ്തേക്കുന്നതുണ്ടോ, ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു സെല്ലിംഗ് വന്നിരിക്കുന്നുണ്ടോ. സെക്കൻഡ് ടൈം ഓൾസോ ഇവിടെ ഒരു സെല്ലിംഗ് വന്നിരിക്കുന്നുണ്ടോ, ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ആ സെല്ലിംഗ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും. അതിനുശേഷം വീണ്ടും ഇവിടെ ഒരു സെല്ലിംഗ് പൊസിഷൻ ഉണ്ടോ വരുന്നുണ്ടോ, ഇവിടെ ഒരു പൊസിഷൻ വരുന്നുണ്ടോ. അതിനുശേഷം പ്രൈസ് കൺസിസ്റ്റൻറ്റ് അപ്പ് ആൻഡ് ഡൗൺ ട്രെൻഡ്, ഈ ലിക്വിഡിറ്റി പൂൾസ് ക്ലിയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വോളിയം കറക്റ്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. സോ നത്തിങ് ടു വറി. അപ്പോൾ ഇവിടെ വോളിയം ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴും ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ വോളിയം ബ്രേക്ക് ഔട്ട് നടക്കുമ്പോഴും ആക്ച്വലി ഇത് വോളിയം ബ്രേക്ക് ഔട്ട് അല്ല, അതിന് താഴെയാണ് ക്യാൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒരു പർട്ടിക്കുലർ ക്യാൻഡിൽ ഇവിടെയാണ്. അതിനുശേഷം അതിൻ്റെ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ ലോ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈക്വൽ എമൗണ്ട് ഓഫ് വോളിയം വന്നു. പക്ഷേ ഇവിടെ പ്രൈസ് കൺസിസ്റ്റൻറ്റ് റൈസിൽ പോയി കഴിഞ്ഞു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഓൾറെഡി പ്രൈസ് ഒരു കൺസിസ്റ്റൻറ്റ് റാലി നടത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇനി ഈ ലിക്വിഡിറ്റി പൂൾ എനിവേ അവരിത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഇൻ ടു ദ ട്രേഡ്. ഇവിടെയാണ് നമ്മളുടെ എൻട്രി ചെയ്യുന്നത്, സ്മാർട്ടായിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ എൻട്രി എടുത്തിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇംബാലൻസസോടുകൂടി സെല്ലിങ് വരുന്നു, പോയിന്റ് നമ്പർ 1. സോ ഇംബാലൻസസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺസ് ദർ ഇസ് എൻ ഇംബാലൻസ് ക്രിയേറ്റഡ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ കനോട്ട് ബി ഹിഡൻ ഫ്രം യുവർ ഐസ്. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, വെരി ഗുഡ്, എക്സലൻറ്റ്. മീൻസ് ദർ ഇസ് സം പാനിക് ഇസ് ഗോയിങ് ഓൺ ഹിയർ. അതർവൈസ് പ്രൈസ് ഇതുപോലെ തന്നെ കയറിപ്പോണ്ടേ, താഴെ വരുന്നു, ചെറിയ കറക്ഷൻ വരുന്നു, വീണ്ടും കയറി പോകുന്നു, വീണ്ടും താഴെ വരുന്നു, അങ്ങനെ കയറിപ്പോണ്ടേ. സോ സം സോർട്ട് ഓഫ് ആക്ടിവിറ്റി ഈസ് ഹാപ്പനിങ് ഹിയർ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത വോളിയം അഡീഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ ഇവിടെ പ്രൈസ് കയറി വരുമ്പോഴത്തേനും നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യത്തുള്ളൂ. അതുവരെ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രൈസ് കയറി ട്രേഡ് ചെയ്തു. ഇവിടെ ആക്ച്വലി നമ്മൾ ഈ കൺസോളിഡേഷൻ നമ്മൾ ഇവിടെ തൊട്ട് ബോഡി ടു ബോഡി ലെവൽ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ലാസ്റ്റ് പാർട്ടിൻ്റെ ബോഡി. ഇതാണ് ഇവിടം വരെയാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ കൺസോളിഡേഷൻ അറ്റ്ലീസ്റ്റ് ഈ ബോഡി ടു ബോഡി ലെവലിൻ്റെ ബോക്സിന് വെളിയിൽ പ്രൈസ് കയറണം, വെളിയിൽ പ്രൈസ് ട്രേഡ് ചെയ്യണം. അപ്പോഴാണ് അവിടുത്തെ കംപ്ലീറ്റ് ഓർഡേഴ്സ് ട്രിഗർ ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യാന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡ് വേസ് മൊമെൻറ്റത്തിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് ഇവിടെ ഇപ്പോൾ പ്രൈസ് താഴോട്ട് പോകുന്നുണ്ട്. ബിക്കോസ് ഇവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് ഈ പുൾ ബാക്ക് ചെയ്തും സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും സ്മാർട്ട് പ്ലേയേഴ്സ് വിൽ ബി ഗെറ്റിംഗ് റെഡി ദാറ്റ് അവർ തിങ്ക് ചെയ്യുന്നത് മുകളിലേക്ക് തന്നെ തിരിച്ച് കയറി പോകാനുള്ള ഒരു ഇതാണ്. ദിസ് ഇസ് എ ടിപ്പിക്കൽ ട്രിക്കി മൊമെൻറ്റ് ഫോർ എവരി വൺ. ബിക്കോസ് നമ്മൾ കാണുന്നില്ല പുൾ ബാക്ക് ബോട്ടംസ്. ഇവിടെ നോക്കി ഈ ലെഗ് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു. ദിസ് വാസ് എ പുൾ ബാക്ക്. പക്ഷേ ഇവിടെ വന്ന് ഇതിന് ആ സൈഡ് വൈസ് മൊമെൻറ്റം ആയിപ്പോയി. അതുകൊണ്ട് നമ്മളതിനെ ഈ ഒരു പാർട്ടിനെ നമ്മളൊരിക്കലും പുൾ ബാക്ക് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടത്തില്ല. പക്ഷേ അതിനുശേഷം പ്രൈസ്
അതിന് മുകളിലെ പ്രൈസ് കയറി ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഇതൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഈ പർട്ടിക്കുലർ മൊമെൻറ്റത്തിന് ഇതിന് മുകളിൽ പ്രൈസ് കയറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കുന്നത് ഇതിൻ്റെ ബോട്ടം പ്രൈസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു, ബോഡി ടു ബോഡി ലെവൽ വന്നു, പ്രൈസ് ടാപ്പ് ചെയ്തു, അതർ സൈഡിലേക്ക് മാർക്കറ്റ് പോവാണ്. അപ്പോൾ അങ്ങനെ അതർ സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ദിസ് വാസ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. ഈ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോഴത്തേനും ഓൾ ദ ട്രേഡേഴ്സ് വിൽ ബി ഇൻട്രസ്റ്റഡ്. അവർക്ക് എല്ലാവരും നോക്കുന്നത് എന്താണ്, തിരിച്ച് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാറി ഇറ്റ് ഈസ് മാർക്കറ്റ് ഫ്ലിപ്പിംഗ് തുടങ്ങി എന്നുള്ളതാണ് അവിടെ വരുന്നത്. താഴോട്ട് വന്ന് മാർക്കറ്റ് തിരിച്ച് കയറി പോകുന്നു. സോ ഈ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ട്രേഡ് ചെയ്തിരിക്കും. അതിന് മുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും മതിയില്ല നമുക്ക് എൻട്രി. അപ്പോൾ അതിലേക്ക് എൻട്രി പോട്ടെ, അതിനുശേഷം നമുക്ക് നോക്കാം. സോ ഇവിടെയാണ് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ മാർക്കറ്റ് ഇവിടുന്ന് കയറി വന്ന് എവിടെ പോയി ടൂൾസ് എടുക്കാം, നമുക്ക് റൈറ്റ് ചെയ്യാൻ. ഇവിടെ മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്ത് മിറ്റിഗേഷൻ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കയറി വന്ന് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ഇവിടെയാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്, അല്ലേ? സോറി, ഇവിടെ ഈ ഒരു ക്യാൻഡലിൻ്റെ ഇവിടെ വരും ഏകദേശം അവിടെ. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിൽ ബി ഇൻ ടു ദ എൻട്രി. അതിനുശേഷം നമുക്ക് ഇമീഡിയറ്റ്ലി ഒരു 10 പോയിൻറ്റ് 20 പോയിൻ്റ് ഒക്കെ നമുക്ക് ഇവിടെ നോർമൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് പിടിച്ച് നിൽക്കാൻ പറ്റും. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് പ്ലാൻഡ് എൻട്രി എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇറ്റ്സ് എ പ്ലാൻഡ് എൻട്രി. നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, ഒരൊറ്റ പോയിൻറ്റും കൂടെ വരുമ്പോഴത്തേനും ജസ്റ്റ് ഒരു ജമ്പും കൂടെ മതി, യു വിൽ ബി ഇൻ ടു ദ എൻട്രി. നൗ 1 2 3 ഇതൊരു ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്ത്, ബട്ട് ഓൾ ദി ഇംബാലൻസസ് മിറ്റിഗേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ അസ്. ഇംബാലൻസസ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ദ ആക്ടിവിറ്റി ഈസ് ക്ലിയർ സംഹൗ. അതാണ് ഞാൻ പറയുന്നത്. ഫുട് പ്രിൻറ്റ്സ്, മാർക്കറ്റ് മുന്നോട്ടുള്ള ഡയറക്ഷണൽ മൂവ്മെൻറ്റിന് ഫുട് പ്രിൻറ്റ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഫുട് പ്രിൻറ്റ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ താഴോട്ട് പോകേണ്ട മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് താഴോട്ട് വരും, മുകളിലേക്ക് പോകേണ്ട മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് പോകും. ദാറ്റ്സ് എ നോർമൽ കണ്ടീഷൻ. സോ 1 2 നമ്മളുടെ എൻട്രി ഏരിയയിൽ വന്ന് തൊടാൻ പോകുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ വി വിൽ ബി ഇൻ ടു ദ എൻട്രി. സോ ഓക്കെ, വി ആർ ഇൻ ടു ദ എൻട്രി. ഓക്കെ, നൗ ഇവിടെ ഇതാണ് നമ്മുടെ ഏരിയ. ഓക്കെ, സോ നൗ വി ആർ ഇൻ ടു ദ എൻട്രി, റൈറ്റ്? ഇവിടെ കറക്റ്റ് നമ്മൾ ടച്ച് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, കയറി. സോ ദിസ് ഈസ് എൻട്രി. സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സോ ഇനി നമ്മളുടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത് ക്രോസ് ചെയ്തിട്ട് ഒന്ന് പോകും, പക്ഷേ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ നല്ല ആക്ടിവിറ്റി വരും. അപ്പോൾ നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ നമുക്ക് നോക്കാം എവിടം വരെയും പോകുന്നു. ബിക്കോസ് ഇവിടുത്തെ ആക്ടിവിറ്റിക്കകത്ത് നമ്മൾ പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇത് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആയി പോകും. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് വി ആർ ഷോർട്ടിങ് നാസ്ഡാക്ക്, ഓക്കെ, മിനി ഫ്യൂച്ചേഴ്സ് അറ്റ് ഓൾ ടൈം ഹൈ. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ലോകത്ത് വേറെ ഒരു ചാനലിലും കാണാൻ പറ്റത്തില്ല. നമ്മുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പരിപാടികൾ. ആരും ചെയ്യാത്ത വഴികളിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഓൾസോ ഞാൻ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ പോട്ടെ, എത്ര പോയിന്റ് പോകും? 10 പോയിൻറ്റിൻ്റെ റിസ്ക് നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ, 10 പോയിൻറ്റിൻ്റെ റിസ്കിന് നമുക്ക് വേണ്ട റിട്ടേൺ എന്ന് പറയുന്നത് ഹൗ മച്ച് ഇറ്റ് ഈസ്? 43 പോയിൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഈ ഒരു പുൾ ബാക്ക് ബോട്ടം സ്വീപ്പ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് കയറി പോകുന്നിടം വരെയുള്ളൂ നമ്മുടെ ട്രേഡിങ്. സോ 10 പോയിൻറ്റിന് 43 പോയിൻറ്റ് റിസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് കുറച്ചുകൂടി ഒന്ന് മാർക്കറ്റ് കയറി. സോ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ലൈൻ എവിടെയാണെന്ന് നോക്കി. മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഈ കൺസോളിഡേഷൻ ഫേസിൻ്റെ ടോപ്പ് പോർഷനിൽ പ്രൈസ് കയറി. പ്രൈസ് ആയതിന് എബവ്, ഈവൻ ഓൺ എ മൈനർ ടൈം ഫ്രെയിം, ഇറ്റ്സ് ക്ലോസ്ഡ് എബവ് ദ പർട്ടിക്കുലർ ലെവൽ. യെസ്, ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് എബവ് ദ ലെവൽ, ദാറ്റ് മീൻ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് സസ്റ്റെയിൻ ചെയ്തോ ഇല്ലയോ? സസ്റ്റെയിൻ ചെയ്തു. സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേന് നാച്ചുറലി എവറിബഡി വിൽ ബി ക്ലോസിങ് ഔട്ട് ഓഫ് ദ പൊസിഷൻ. ഷോർട്ട് പൊസിഷൻ എല്ലാവരും ക്ലോസ് ഔട്ട് ചെയ്ത് കളയും. അതാണ് അതിനകത്തെ കാര്യം. സോ ലെറ്റ് ദ പ്രൈസ് സസ്റ്റെയിൻ, നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കിയാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വന്നിരിക്കുന്നത് എന്താണ്? വോളിയം നമ്പർ 1. ഇംബാലൻസോടെ മാർക്കറ്റ് സെല്ല് ക്രിയേറ്റ് ചെയ്തു. നമ്പർ 1 ഇത് വോളിയം ബ്രേക്കൗട്ടാണ്. അറ്റ് വാട്ട് ലെവൽ? പ്രീമിയം ലെവൽ, അല്ലേ? ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് സെല്ലിംഗ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ടൈം വോളിയം ഇത് ബ്രേക്കൗട്ട് അല്ല ആക്ച്വലി.
ഈവൻ ദെൻ ഈ വോളിയം ബ്രേക്ക് ഔട്ടിൻ്റെ അതേ പൊസിഷനിൽ ആണോ അതിൻ്റെ ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വന്ന് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അടുത്ത വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ, അതും അതിനോടൊപ്പം തന്നെയാണ് സെല്ലിങ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഇവിടെ റെഡ് ആണെന്ന് കണ്ടിട്ട് സെല്ലിംഗ് ആണെന്ന് അറിയാൻ പറ്റത്തില്ല. സോ ഓൾ ടൈം ഹൈയുടെ മുകളിലുള്ള ട്രിഗർ ചെയ്തു. അപ്പോൾ നമ്മൾ അതിന് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ ഒന്ന് 2-3 സ്വീപ്പ് നടക്കും, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോരും. അപ്പോൾ ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ ഈ ക്യാൻഡിലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് നമ്മൾ നോക്കാം. സോ ദിസ് വാസ് എ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അല്ലേ. ദിസ് ഈസ് ഇതിൻ്റെ ബോഡി മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ വോളിയം ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമ്പർ 1. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം വരച്ചു. ഇനി നെക്സ്റ്റ് ഇതൊരു വോളിയം എക്സെപ്ഷണൽ വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഉണ്ട്. അപ്പോൾ ഇത് ഒരു വോളിയം ബ്രേക്ക് ഔട്ടാണ്, ബോഡി മാത്രം. യെസ്, ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് അത് കൂടുതൽ നടന്നിരിക്കുന്നത്. ഇനി അടുത്ത വോളിയം ബ്രേക്ക് ഔട്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിക്രീസിങ് ട്രെൻഡാണ്. ഈവൻ ദെൻ കമ്പയർ ടു ദ പ്രീവിയസ് ക്യാൻഡിൽ ഫോർ സം ടൈം ദിസ് ക്യാൻ ബി കൺസിഡർ ആസ് എ വോളിയം. അപ്പോൾ ഇവിടെ തൊട്ട് ഇതിൻ്റെ മുകളിൽ വന്നാലാണ് വോളിയം ബ്രേക്ക് ഔട്ട് വരുന്നത്. പക്ഷേ ഈ ക്യാൻഡിൽ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അവിടെ തൊട്ട് കുറേ എല്ലാം സ്മോളർ ക്യാൻഡിൽസ് ആണ് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു വോളിയം ബ്രേക്ക് ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, അതിനെ നമുക്കൊരു വോളിയം ബ്രേക്ക് ഔട്ടായിട്ട് കൂട്ടാൻ പറ്റും. സോ ഇതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ കൂടെ ഒക്കെ കറങ്ങുന്നുണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് നമ്മൾ ട്രേഡിൽ പിടിച്ചിരിക്കുക. നമ്മുടെ എക്സ്പ്രഷൻ അറിയാമല്ലോ, ആ എക്സ്പ്രഷൻ അങ്ങോട്ട് ഇട്ടാക്കുക, അത്രയുള്ള കാര്യം. അപ്പോൾ ഇവിടെ നോക്കുന്നത് എന്താണ്, ഇവിടെ നമ്മൾ നോക്കുന്നത് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. സോ ഇതാണ് ഇനിഷ്യൽ പോയിന്റ് ഓഫ് ഫോൾ. അപ്പം ഈ ഒരു കൺസോളിഡേഷൻ ബോക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതുണ്ട്, ഇവിടം വരെ വരുന്ന വോളിയത്തിനകത്ത്, ഈ പർട്ടിക്കുലർ വോളിയത്തിനകത്ത് അല്ലേ ലിക്വിഡിറ്റി നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് ഏറ്റവും കൂടുതൽ വോളിയം ബൈ നടന്നിരിക്കുന്ന ആവറേജ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഈ ഫിബ് റേഞ്ച് വരയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് എന്താണ് മനസ്സിലായേക്കുന്നത്? ഈ ഫിബിൻ്റെ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചോ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ കവർ ചെയ്ത് ഡസൻ മാറ്റർ, സംഭവം താഴോട്ട് വരും ഇപ്പം തന്നെ. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു റേഞ്ച് വരച്ച് നോക്കിയപ്പോഴും ഇവിടെ നമ്മൾ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇവിടെ തൊട്ട് ഈ ഒരു ആക്ടിവിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യുന്നോടം വരെ നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത്, ഇതാണ് ഈ ബ്ലാക്ക് ലൈനാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത്. സോ പ്രൈസ് ഹാസ് ടു കം ബാക്ക്, ഹിറ്റ് ബാക്ക് ആൻഡ് ഗോ അപ്പ് അല്ലേ, അവിടെ വരുവാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് നമ്മളിനി സീറോ ഗെയിമിലുള്ള ഇതിനാണ് നമ്മളിനി അടുത്ത നമ്മുടെ പരിപാടി അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ആണല്ലോ. സോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ക്യാൻഡിൽ വൈസ് നോക്കുമ്പോഴും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ആ ഒരു ആവറേജ് പ്രൊഫൈലിങ് അതിന് മുകളിലാണോ ഇതിൻ്റെ എല്ലാം പ്രൈസിങ് നടന്നിരിക്കുന്നത്, അപ്പോൾ ഒരു ക്യാൻഡിൽ മാത്രമേ അതിന് ഈ ആവറേജ് റേഞ്ചിന് മുകളിലാണോ ഇത്രയും ഭാഗത്തെ സ്ട്രക്ചർ കിടക്കുന്നത് ആണല്ലോ. സോ നമ്മൾ രണ്ട് രീതിയിലുള്ള അനലൈസിസിനും നമുക്ക് ആ ഒരു സംഭവം കിട്ടുന്നുണ്ടോ ഇല്ലയോ, കിട്ടുന്നുണ്ട്. ഷുവർ ആണല്ലോ, ഗുഡ്. നൗ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണ്. സോ നമുക്ക് ആവറേജ് പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഈ ബ്ലാക്ക് ലൈനാണ്. സോ ആ ബ്ലാക്ക് ലൈൻ ബോട്ടം പ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന് തൊട്ട് താഴെ വരെ പ്രൈസ് വരണം. ഈ ഒരു റേഞ്ചാണ് അതിൻ്റെ ഡിസ്കൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത്, ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ. ഏത് റേഞ്ച്? ഈ റേഞ്ച്. ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നത്, ഞാൻ അവിടെ ഇട്ടപ്പം ഒന്നും കൂടെ ഞാൻ കാണിച്ചേക്കാം. ഓക്കെ, ഇവിടെ ഇത് മാറ്റി അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മുടെ ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടം വരെയാണ്, നമ്മൾ ഈ ക്യാൻഡിൽ വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പം ഞാൻ ഈ വരച്ചേക്കാം, അത് ഇച്ചിരി സ്വല്പം കൂടെ താഴോട്ട് വെക്കണം. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിലാണ് നമ്മുടെ ഡിസ്കൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ വോളിയത്തിൻ്റെ ഇതം കളഞ്ഞേക്കാം. ഗുഡ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്കൗണ്ട് റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ഏറ്റവും കൂടുതൽ വോളിയം അക്യുമുലേറ്റ് ചെയ്താക്കുന്നത് ഈ റേഞ്ചാണ്. സോ പ്രൈസ് ഹാസ് ടു കം ബാക്ക്, ഇവിടെ വന്നിട്ട് പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് പോകണം. അപ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ലിക്വിഡിറ്റി പൊസിഷൻ വിൽ ബി, എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് അവിടെ ബൈയിങ് ചെയ്തുകൊണ്ട്, മനസ്സിലായോ? ആ ഹാപ്പിനെസ് ഇപ്പം വന്നിട്ട് ഒരൊറ്റ സ്വീപ്പിന് പോകുന്ന പോക്ക് കണ്ടോണം. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇനി നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു വോളിയം പ്രൊഫൈലിങ്ങിൽ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പാർട്ട് 5 ഓഫ് ദ വോളിയം അനലൈസിസ് പാർട്ട് 5 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ലൈവ് ട്രേഡിൽ കൂടെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്ത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇനി നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇത് പോസ്റ്റ് ചെയ്തേക്കാം, അതിനുശേഷം വീണ്ടും എൻ്റെ കണ്ടിന്യൂസ് മാർക്കറ്റ് പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പോകാം. അപ്പോൾ സമയം 14:36 ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. ഫ്രണ്ട്സ്, ഇപ്പം നമ്മളുടെ ടൈം 14:36 നമ്മൾ സ്റ്റോപ്പ് ചെയ്താണ്. ഇപ്പം 14:51 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്താണ്. ഇവിടെ കണ്ടിന്യൂസ് നമുക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അപ്പം അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് വരത്തില്ലല്ലോ. അപ്പം മാർക്കറ്റ് ഇപ്പോൾ എവിടെ എത്തി? മാർക്കറ്റ് ഇപ്പം നമ്മളുടെ ഏരിയയിൽ കൂടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ, താഴോട്ട് വന്നു. അപ്പം നമ്മൾ ഈ വരച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ്, ഈ നമ്മളുടെ എൻട്രി ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ എൻട്രി ലൈൻ എന്ന് പറയുന്നത്
ഈ ഒരു പർട്ടിക്കുലർ ബോക്സിൻ്റെ ഈ കൺസോളിഡേഷൻ ബോക്സിൻ്റെ മുകളിലുള്ള റേഞ്ചാണ്. സോ അവിടെ മാർക്കറ്റ് വീണ്ടും വന്ന് ടാപ്പ് ചെയ്ത് കംപ്ലീറ്റ് ഓർഡേഴ്സ് ലിക്വിഡേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ ബോക്സ് ഇതുണ്ടോ അതിന് മുകളിൽ. അപ്പോൾ അവിടെ വളരെ തിക്കിലി പ്രൈസ് ട്രേഡ് ചെയ്യുന്നുണ്ടോ, അവിടെ ആ ഒരു ട്രേഡിങ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇവിടെയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഏരിയയിലെ സ്റ്റോപ്പ് ലോസ് മുഴുവനും ആക്ടിവേറ്റ് ചെയ്യും, ഓർഡർ ട്രിഗർ ചെയ്യും. ആക്ടിവേറ്റ് ചെയ്യും, ട്രിഗർ അല്ല, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ട്രിഗർ നമ്മൾ ഇട്ടിട്ടാണല്ലോ സ്റ്റോപ്പ് ലോസ് ഓർഡർ സെറ്റ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് വിൽ ബി ട്രിഗേർഡ് ദെൻ ഓർഡർ എക്സിക്യൂട്ടഡ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം ട്രിഗേർഡ് ഓർഡേഴ്സ് ഇറ്റ് വിൽ ബി ട്രിഗേർഡ് ഓർഡർ എക്സിക്യൂട്ടഡ് ഈ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും. സോ അതുവരെ നമ്മൾ കടന്നുകൊണ്ട് അതിൻ്റെ ഒപ്പം കടച്ച് നമ്മൾ ഇരുന്ന് മാർക്കറ്റിനൊപ്പം ഡാൻസ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ലോസിലായി പോകുള്ളൂ. സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റി. സോ ലെറ്റ് us വാച്ച് ദ മാർക്കറ്റ്. സോ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആത്യന്തികമായിട്ട് ഈ ഒരു പ്രൈസിങ് സ്ട്രക്ചറിൽ നിന്ന് മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോഴാണ്, 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറാണിത്. അപ്പോൾ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ മുകളിലേക്കാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ആക്ച്വലി മാർക്കറ്റിൻ്റെ പ്രൈസിങ് ഡൈനാമിക്സ് പ്രകാരം എന്താണ് മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി നമുക്ക് ഇത് റെഡ് ക്യാൻഡിലോ ബ്ലൂ ക്യാൻഡിലോ ഒന്നും പ്രശ്നമല്ല. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഓക്കെ, ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇവിടെ ഒരു സ്വീപ്പ് നടക്കുന്നു. സോ ഇവിടെ ഒരു സ്വീപ്പ് നടക്കും. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യണം, മാർക്കറ്റ് സ്വീപ്പ് ഇവിടെ മാർക്കറ്റ് ഇതിന് ശേഷം ഇത് ചെയ്യുന്ന നടത്തും. പിന്നെ നമ്മൾ കളർ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കളർ ഒരു പ്രശ്നമാണ്. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് ആത്യന്തികമായിട്ടുള്ള ഡയറക്ഷൻ മേളിലേക്ക് പോകുന്നു. സോ ഇവിടെ ഒരു സ്വീപ്പ് നടക്കുന്നു, പിന്നെ മേളിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് മാർക്കറ്റിൻ്റെ പോക്ക്. മനസ്സിലായോ? വീണ്ടും ഈ സ്വീപ്പ് വരുന്നു, ഇവിടെയാണ് കിടക്കുന്നത്. വീണ്ടും മാർക്കറ്റ് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ ഒരു സ്വീപ്പ് നടക്കുന്നു, വീണ്ടും മേളിലേക്ക് പോകുന്നു. സോ മേളിലേക്ക് പോകുന്നത് ലെറ്റ് വിൽ ഗോ ടു ദ സ്കൈ, നോ പ്രോബ്ലം, ഓക്കെ. പക്ഷേ ഇറ്റ് വിൽ ഗോ ഇൻ ദിസ് വേ ഓൺലി. അതാണ് മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള പ്രൈസിങ്ങിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാതെ മാർക്കറ്റിൽ ഇരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ഇൻ എ റോങ് പ്ലേസ്. മനസ്സിലായോ? സോ നമ്മൾ ഈ വോളിയം ബേസ്ഡ് എൻട്രി എടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓർ യു ഹാവ് ടു ക്രിയേറ്റ് എ നരേറ്റീവ് or you have to know the narrative of the market, how the price is behaving. Is the price behavior is അതെങ്ങനെയാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ പ്രൈസിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻഡ്യൂസ്മെന്റ്, പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് എൻ ഇൻഡ്യൂസ്മെന്റ്. സോ ഇൻഡ്യൂസ്മെന്റ് ഈസ് ക്രിയേറ്റഡ്, ദെൻ ഇറ്റ് വിൽ ഗോ അപ്പ്. ദാറ്റ് ഇസ് കോൾഡ് മൊമെന്റം സ്ട്രാറ്റജി. അതിൽ നമ്മുടെ വീഡിയോയിൽ 165 വീഡിയോയ്ക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ യു കനോട്ട് ടേക്ക് എൻട്രി ഓൺലി ബേസ്ഡ് ഓൺ വോളിയം ഈസ് എ മൈനർ കൺഫർമേഷൻ. മൈനർ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പറയുന്നില്ല, ഓക്കെ. വോളിയം ഈസ് എ മേജർ കൺഫർമേഷൻ എന്ന് നമ്മൾ വെക്കുകയാണെന്ന് വിചാരിച്ചോ. എങ്കിൽ പോലും നമ്മളുടെ ആത്യന്തികമായിട്ടുള്ള കാര്യം എന്താണ്, യു ഷുഡ് നോ വാട്ട് ഈസ് എ മാർക്കറ്റ് ബിഹേവിയർ, നമ്പർ 1. You should know where are the liquidity points, number 2. You should know whether the market is ranging. Currently what the market is doing, is it ranging? Yes. You should know if the market created a pullback and the subsequent pullback mitigations are over or not. How many times the mitigations have been done. So ultimate direction നമ്മൾ നോക്കുമ്പോൾ market activities increased volume is pushed out or not. Yes. While increased volume pushed out, whether there were എന്താണ് പറയുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്സ് ക്രിയേറ്റഡ് ഓർ നോട്ട്, അല്ലേ? ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ ക്രിയേറ്റഡ് ഓർ നോട്ട്. യെസ്. സോ ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ സ്പോട്ട് ഔട്ട് ദാറ്റ് there is a institutional order flow is getting ready and it is getting triggered into the market. That much is clear. So ഇതാണ് നമ്മൾ ഇന്ന് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് യു ആർ ഫോക്കസിങ് ഓൺലി ഓൺ എ വോളിയം സിമ്പിൾ ട്രേഡിംഗ് സെറ്റപ്പ്, then your setup will fail. If you are not understanding the narrative of the market, what exactly market is doing, okay? See, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം you cannot get 100% mark that what I am explaining you. But you can, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാർക്കറ്റിനൊപ്പം പോകുമ്പോൾ you will see many things. Now you know that these are pullbacks, അല്ലേ? This is a pullback. This was a trying a mitigational pullback, but mitigate ചെയ്തോ ഇല്ല. So bottom level is our pullback area ആണല്ലോ. അപ്പം ഇത് ഈ പുൾ ബാക്കിൻ്റെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കുന്ന മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയാൻ പറ്റും, അല്ലേ? നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയുടെ മുകളിലോട്ടേ ഉള്ളൂ പിന്നെ നമുക്കുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്.
മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാണോ വന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിന് മിറ്റിഗേഷൻ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടുത്തെ ലിക്വിഡിറ്റി ഇൻജെക്ഷൻസ് കഴിഞ്ഞെന്നാണോ അതിൻ്റെ അർത്ഥം വരുന്നത്? അങ്ങനെയാണല്ലോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, ആണല്ലോ. അപ്പം സൈഡ് വൈസ് മൊമെൻറ്റം നമ്മൾ ട്രിഗർ ചെയ്തൊരു ബോക്സ് വരച്ച് നോക്കി കഴിഞ്ഞപ്പോൾ മോസ്റ്റ് നമ്പർ ഓഫ് ക്യാൻഡിൽസ് ആർ ഇൻസൈഡ് ദ ബോക്സ് ആണല്ലോ. അത് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇവിടെ നമ്മളൊരു ബോക്സ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്തായിരുന്നല്ലോ. സോ അതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ലയോ? വാസ് ദിസ് എ ബ്രേക്ക് ഔട്ട് ഓർ നോട്ട്? യെസ്. അപ്പോൾ ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ സൈഡ് വൈസ് മൊമെൻറ്റം നിൽക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിന് മുകളിലെല്ലാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. സോ ഇമീഡിയറ്റ്ലി അത് ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. സിമിലർലി ഇൻ ദ കേസ് ഓഫ് ഡൗൺ സൈഡിൽ ഇവിടെയും അതുപോലെ ഒരു ധാരണ നമുക്കുണ്ടല്ലോ. ഇതിന് താഴെ പ്രൈസ് ട്രേഡ് ചെയ്യും എന്ന് നമുക്കറിയാമല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിവിടെ എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സോ വാസ് അവർ എൻട്രി വാസ് ഓൺ ഐഡിയൽ ഏരിയ ഓർ നോട്ട്? അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി പ്രകാരം ഇഫ് യു പുട്ട് 100 മാർക്സ് ഇൻ ദിസ് വൺ, ഹൗ മെനി മാർക്സ് യു ക്യാൻ ഗീവ് ഫോർ ദിസ് ട്രേഡ് സെറ്റപ്പ്? നമുക്കൊരു 80% കൺഫർമേഷൻ എന്ന നിലയിൽ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ബിക്കോസ് വൈ? ഓൾ ദ market orders, buy and sell orders, the breakout traders as well as the stop loss orders, after getting triggered we are into the entry. കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തീരുമാനിച്ചത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ എൻട്രി ഏരിയ ഓൾമോസ്റ്റ് നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് ഓക്കെയാണെന്ന് നമുക്ക് പറയാം. വോളിയം ബ്രേക്ക്ഔട്ട് ഇവിടെ കാണുന്നുണ്ട്. സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റുകളിൽ വോളിയം ബ്രേക്ക്ഔട്ടിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡിമിനിഷിങ് വോളിയം ആണല്ലോ. സോ ഈ ഡിമിനിഷിങ് വോളിയത്തിൽ പോലും ഈവൻ ദെൻ ഇൻ ബിറ്റ്വീൻ ഓൾട്ടർനേറ്റീവ് പ്ലേസസിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? സോ നമ്മുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇപ്പം വരും എന്നാണ് നമ്മുടെ വിചാരം. ഓക്കെ, ഡിമിനിഷിങ് വോളിയത്തിനകത്ത് നമ്മളുടെ വോളിയം അനലൈസിസ് നടത്തുമ്പോൾ ഇൻ ബിറ്റ്വീൻ ക്യാൻഡിൽസ് ആഫ്റ്റർ സം ടൈം ഇറ്റ്സ് പോപ്പിംഗ് ഔട്ട് ഓർ നോട്ട്? യെസ്, ഇറ്റ്സ് എ ബ്രേക്ക് ഔട്ട്. അഗെയിൻ ഡിമിനിഷിങ് വോളിയം, ദിസ് ഈസ് എ ബ്രേക്ക് ഔട്ട് ഓർ നോട്ട്? യെസ്. ബട്ട് ഈവൻ ദെൻ ഓൾ ടുഗെദർ ഇറ്റ്സ് എ ഡിമിനിഷിങ് വോളിയമാണ്. But considering the wavelength or the length in between the volume spike out candles, all the candles are considered to be volume breakout ആണ്. So ഇവിടെ ഇപ്പം increased volume popping out ആണ് ലൈവ് മാർക്കറ്റിൽ. യു ആർ സീയിങ് ഇറ്റ് ലൈവ്. ഞാനിത് വോയിസ് ഓവർ ഒന്നുമല്ല, സി ലൈവ് ഐ ഷോ യു. ടൈം ഇൻ ചിക്കാഗോ 3 PM. ഇതാണ്ടേ, ഓക്കെ, പേസ്റ്റ്. ഇത് 3 PM ആണല്ലോ, വെനസ്ഡേ മെയ് 15. 3 PM ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇവിടെ നോക്കി 15:01 മിനിറ്റ് പുറകിലാണ്. സോ ഇവിടെ ഇത് എന്ത് ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ്? ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് മാംഗോ ക്യാൻഡിൽ ദാറ്റ് വി ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ഇൻ ദ പ്രീവിയസ് ലെസൺസ്, ആണോ അല്ലയോ? ബിക്കോസ് ഈ ഒരു ഇതിനകത്ത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ട് താഴോട്ട് ഇത്രയും പുൾ ഔട്ട് ക്യാൻഡിൽ ചെയ്യുമ്പോൾ എല്ലാവരും പഠിപ്പിക്കുന്നത് ദിസ് ഈസ് എ റിജക്ഷണൽ ക്യാൻഡിൽ ആൻഡ് മാർക്കറ്റ് ഈസ് ട്രൈയിങ് ഹെഡിങ് അപ്പ് സൈഡ്. ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ് ഇഫ് യു ഹാവ് എ പ്രോപ്പർ നരേറ്റീവ്. വാട്ട് ഈസ് എ നരേറ്റീവ്? യു ആർ ഫൈൻഡിങ് ഔട്ട് ആൻ ഏരിയ ഫോർ ദ ടാർഗറ്റ്, റൈറ്റ്? ഈസ് ഇറ്റ് ഓക്കെ ഓർ നോട്ട്? യെസ്. അപ്പോൾ അങ്ങനെ ഒരു നരേറ്റീവ് മാർക്കറ്റിലുള്ളപ്പം എന്താണ് ഈ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ബിക്കോസ് ഫസ്റ്റ് മാർക്കറ്റ് ഒന്ന് താഴെ ഒന്ന് മേളിലേക്ക് ഒന്ന് പോയി കഴിയുമ്പോഴത്തേനും ഓൾ ദ ഓർഡേഴ്സ് വിൽ ബി ട്രിഗർഡ്. നൗ ഇനി നെക്സ്റ്റ് മൂവ്മെൻറ്റിന് ഓൾ ദ ഓർഡേഴ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. സോ സ്ലോലി ഇറ്റ് വിൽ കം ഡൗൺ. അപ്പോൾ ഇതാണ് ഈ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ഇങ്ങനെ മനസ്സിലാകാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പം ആ ഒരു ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ഗാംബ്ലിംഗ്. So if you have a proper narrative, if you have a proper trade plan, if you have a proper system to follow, if you have a proper rules to follow, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, അതല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ട്രേഡിങ്ങിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇസ് ഇറ്റ് എ പ്രൊഫഷണൽ വേ ഓഫ് ഡൂയിങ് തിങ്സ്? യെസ്. സോ ആർ വി വർക്കിംഗ് ഹാർഡ് ഇനഫ് ടു ഫൈൻഡ് ഔട്ട് ടു ഗെറ്റ് ഇൻ ടു എ ട്രേഡ് ഓർ നോട്ട്? യെസ്. യു ആർ ഗെറ്റിംഗ് എ പ്രോപ്പർ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്? യെസ്. അതാണ് നമ്മുടെ ഈ 165 പുറകിലുള്ള വീഡിയോസിലെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതാണോ അല്ലയോ? അതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോ ഈ ഒരു ക്ലാരിറ്റിയിലേക്ക് നമ്മൾ മാർക്കറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ 165 വീഡിയോ കാണണോ വേണ്ടയോ? ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുമോ ഇല്ലയോ? ഒരു വീഡിയോ, 2 വീഡിയോ, 3 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വിൽ യു ഗെറ്റ് ദ ക്ലാരിറ്റി? യു വിൽ ബി മിസ്സിംഗ് ഔട്ട് സംതിങ് ഹിയർ ആൻഡ് യു ആർ ഗോയിങ് ആൻഡ് ക്യാച്ച്. ഇവിടെ പോയിട്ട് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ പോയിട്ട് ഒരു എൻട്രി, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്പെസിഫിക് സിമ്പിൾ സെറ്റ് ഓഫ് എൻട്രി നമ്മൾ പോയി എടുക്കുന്നു. അപ്പോൾ നമ്മളുടെ എൻട്രി കറക്റ്റ് ആവോ ഇല്ലയോ? കറക്റ്റ് ആകത്തില്ല. എന്തുകൊണ്ട് കറക്റ്റ് ആകത്തില്ല? സോ പ്രിസിഷൻ എൻട്രി വേണമെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ പ്രിസിഷൻ എൻട്രി വേണമെങ്കിൽ യു നീഡ് ടു have a lot of ideas. You need to understand the narrative of the market. You need to understand the price rhythm. You need to understand the price movement. Why this candle is created? Why the price is here? Why the price is pulling back? What is the overall context of the market? Is it a bullish market or a bearish market? How is the market going up, creating the pullbacks? Was that previous pullbacks were mitigated or not? അല്ലെ, previously നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുൾബാക്ക് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺ എ ഹയർ പ്രീമിയം റേഞ്ച്
on a premium range, what is happening in the market? Is volume getting added in the market or not? Yes. Okay. So now what is the narrative? See, now volume is getting added into the market. This was a previous candle. Adinu mole volume vanno illyo vannu. So where is the volume being added in the നമ്മുടെ പ്രൈസ് പ്രിന്റ് ചെയ്യുന്ന ചാർട്ടിൽ എവിടെയാണ് വോളിയം വന്നിരിക്കുന്നത്? ഏത് ഏരിയയിലാണ് വോളിയം വന്നിരിക്കുന്നത്? സോ ആഫ്റ്റർ ദ വോളിയം ഗെറ്റിംഗ് ആഡഡ്, ഓക്കെ, നൗ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, initial point of distribution, okay, now initial point of distribution to the current level after getting the volume, okay, now what is the most area that the volume accumulation നടന്നിരിക്കുന്ന ഏരിയ ഏതാണ്? ഈ പർട്ടിക്കുലർ റേഞ്ച് ആണ് വോളിയം നടന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. സോ നൗ എന്താണ് ഇനി മാർക്കറ്റിൽ സംഭവിക്കാനുള്ളത്? സോ ഈ പർട്ടിക്കുലർ റേഞ്ചിന് എബവ് മാർക്കറ്റ് ട്രേഡ് ചെയ്തോ ഇല്ലയോ? ട്രേഡ് ചെയ്തു. പ്രൈസ് സസ്റ്റെയിൻ ചെയ്തോ ഇല്ലയോ? പ്രൈസ് സസ്റ്റെയിൻ ചെയ്തു, റൈറ്റ്? ഇനി ഈ പർട്ടിക്കുലർ റേഞ്ചിന് ബിലോ പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ലയോ? ഈ പർട്ടിക്കുലർ റേഞ്ചിന് ബിലോ പ്രൈസ് ട്രേഡ് ചെയ്തോ ഇല്ലയോ? പ്രൈസ് ട്രേഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സ്വീപ്പ് മാത്രം നടത്തി. സോ ദിസ് ഈസ് ഇങ്ങനെ മാർക്കറ്റിനെ പ്രിപ്പയർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഈ താഴേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഇതിന് ബിലോ പ്രൈസ് ട്രേഡ് ചെയ്തു. ബട്ട് പ്രൈസ് ഇതിന് താഴെ ആഫ്റ്റർ ദിസ് ഈ കംപ്ലീറ്റ് വോളിയം ആഡ് ചെയ്തതിന് ശേഷം പ്രൈസ് ഇതിന് താഴെ പ്രൈസ് ഇതുപോലെ തന്നെ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തോ ഇല്ലയോ? ഇല്ല. സോ വാട്ട് ഈസ് ദ ബെസ്റ്റ് പ്രോബബിലിറ്റി വെയർ ദ മാർക്കറ്റ് വിൽ ഹെഡ് ഓൺ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് ട്രേഡിംഗ് ഈസ് നോട്ട് വാട്ട് യു തിങ്ക്, ബട്ട് വാട്ട് ഈസ് ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്. സോ ഇഫ് യു വാണ്ട് ടു നോ ദ നരേറ്റീവ് ഓഫ് ദ മാർക്കറ്റ്, വാട്ട് യു ഷുഡ് ഡു? അതാണ് കാര്യം. നമ്മൾ മാർക്കറ്റിനെ പറ്റി ഒരു നരേറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് പുൾ ബാക്ക്, യു ഷുഡ് ഹാവ് ഐഡിയ അബൌട്ട് ഓർഡർ ബ്ലോക്സ്, യു ഷുഡ് ഹാവ് ഐഡിയ അബൌട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളുടെ വീണ്ടും നമ്മുടെ ഏരിയയിലേക്ക് മാർക്കറ്റ് പോവാണ്. ബിക്കോസ് ഇവിടുത്തെ വോളിയത്തിൻ്റെ ആക്ടിവിറ്റി ഹാസ് ടു ബി നമ്മളുടെ മനസ്സിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറുവാണെന്നുള്ള ഓർഡർ ക്രിയേഷനാണ്. ആ ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലെറ്റ് ഇറ്റ് ഗോ, നോ പ്രോബ്ലം. 10 പോയിൻ്റല്ലേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്യുമ്പോഴത്തേനും ഇത് വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? സി, ഇവിടെ ഒരു മാർക്കറ്റ് ഈസ് കമ്മിങ് ഡൗൺ. സോ അതിനുശേഷം ഇവിടെ നിന്ന് ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്ത് കണ്ടോ, മാർക്കറ്റ് ഇവിടെ മോളി വരെ എത്തി. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴെ വരുമ്പോഴും ദിസ് വാസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ അല്ലേ? ഇതൊരു പുൾ ബാക്ക് ക്യാൻഡിലാണ്. ആ പുൾ ബാക്ക് ക്യാൻഡിൽ സ്വീപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അങ്ങനെ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അതിഥിയായിട്ടുള്ള ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? താഴേക്ക് പോകും അല്ലേ? ബിക്കോസ് ഇതൊരു പുൾ ബാക്ക് ലെവലാണ്. പുൾ ബാക്കിനെ പറ്റി അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ടാൽ മതി. സോ ദിസ് ക്രിയേറ്റഡ് എ ലോ, ദിസ് വാസ് എ പുൾ ബാക്ക്, റൈറ്റ്? അഗെയിൻ ദാറ്റ് ആഫ്റ്റർ ക്രിയേറ്റിംഗ് ദാറ്റ് പുൾ ബാക്ക്, നെക്സ്റ്റ് വൺ എന്ത് സംഭവിച്ചു? ഇവിടെ എ ന്യൂ ലോ ഈസ് ക്രിയേറ്റഡ്. ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. സോ 2 പുൾ ബാക്കിന് എഗെയിൻ മേ ബി പ്രൈസ് അതിന് മുകളിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്യും, ഓർ ആ പുൾ ബാക്ക് സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് നേരെ താഴേക്ക് ഹെഡ് ചെയ്യും. ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആക്ച്വലി നമ്മുടെ എൻട്രി സ്വല്പം എയർലി ആയിപ്പോയി. സോ നൗ യു സീ വാട്ട് ഹാപ്പൻഡ്. നമ്മുടെ വോളിയത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? വോളിയം നോക്കിയേ, ഹയസ്റ്റ് വോളിയം ഈസ് ഗെറ്റിംഗ് ട്രിഗേർഡ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ പ്രീമിയം റേഞ്ചിൽ വോളിയം ആഡ് ചെയ്ത് വരുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ്? സോ ഇവിടെ വോളിയം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. വോളിയം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഒരു കാര്യമുള്ളൂ. എന്താണ് ആ കാര്യം? ബിക്കോസ് സം ആക്ടിവിറ്റി ഈസ് ഹാപ്പനിങ്. സോ ഏത് സൈഡിലേക്കായിരിക്കും അത് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിൽ നമ്മൾ ഏകദേശം നമുക്കറിയാമല്ലോ അതെങ്ങോട്ടാണ് ഹെഡ് ചെയ്യും. ഇതിൻ്റെ ഇപ്പം ഡിസ്കൗണ്ട് സോണിൽ പ്രൈസ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. സോ ഇത് താഴെ വരണം, പ്രൈസ് ഇതിന് ബോട്ടം സ്വീപ്പ് ചെയ്യണം. ബിക്കോസ് ഇതിന് ഇവിടെ ഒത്തിരി ഓർഡേഴ്സ് ഉണ്ട്. സോ പ്രൈസ് വിൽ കം ബാക്ക്. ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഒരു ഇതുണ്ട് ആക്ച്വലി ഇവിടെ കൊണ്ട്. സോ പ്രൈസ് ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ഇച്ചിരി കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ട്രെയിൽ ചെയ്യാവുന്ന നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ ഇന്നൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ലെറ്റ്സ് സീ വാട്ട് ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഡു. എന്ത് ചെയ്താലും നമുക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പം നമ്മളിപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ആ വി സ്റ്റാൻഡിങ് ഇൻ എ പ്രോഫിറ്റബിൾ പൊസിഷൻ ഓർ നോട്ട്? യെസ് ആണല്ലോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊസിഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലയോ? പറ്റും. So it is not about index trading, it is not about futures trading, it is not about option trading, it is about trading in any asset class. That is the difference. നമുക്കിവിടെ 1 രൂപ 2 രൂപ നമുക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയാലും ഈ ആക്ടിവിറ്റി വിൽ ബി ദ സെയിം അല്ലേ? അപ്പം ആ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ പ്രകാരം നമ്മൾ പഠിച്ച പ്രകാരമുള്ള മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഈസ് ഇറ്റ് ഷോയിങ് നമ്മളെ അത് അങ്ങനെ കറക്റ്റായിട്ട് നമ്മളെ കാണിച്ച് തരുന്നുണ്ടോ ഇല്ലയോ? കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റ് കാണിച്ച് തരുന്നുണ്ടോ ഇല്ലയോ? പുൾ ബാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞ ആ പർട്ടിക്കുലർ ക്യാൻഡിൽ കൃത്യം 2 ക്യാൻഡിലിൻ്റെ ഇവിടെ മാർക്കറ്റ് അത് കണ്ടോ ഇല്ലയോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ.
I am asking you, my dear brothers and sisters. This is my question. Are you clear? Are you clear or not about the concept? എന്നിട്ട് നമ്മൾ ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ ഹാവ് നോ വേർഡ്സ് ടു എക്സ്പ്ലെയിൻ യു. ബിക്കോസ് നമ്മളുടെ കൺമുന്നിൽ ദിസ് ഈസ് എ ലൈവ് മാർക്കറ്റ്. നാസ്ഡാക്കിൻ്റെ അകത്ത് നമ്മൾ ഡയറക്റ്റ്, അപ്പം നമ്മൾ പറയും ഈ നമ്മളുടെ ഡെറ്റ് മാർക്കറ്റ് യു ക്യാൻ ഡു എനിത്തിങ്. ഇറ്റ്സ് എ ലൈവ് മാർക്കറ്റ് മൈ ഡിയർ മാൻ. ഇറ്റ്സ് എ ലൈവ് മാർക്കറ്റ്. ഐ എം ഷോയിങ് യു ദ ലൈവ് ട്രേഡിംഗ് അല്ലേ, ഇതാണ്ട് വരുന്നതായിട്ട്. ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളിത് ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യും. സോ പുൾ ബാക്ക് ക്യാൻഡിൽസ് നമ്മൾ പറഞ്ഞു, സേട്ടൺ സെനാരിയോസിലുള്ള ക്യാൻഡിൽസിനെ മാത്രമേ നമ്മൾ പുൾ ബാക്ക് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? Because this is a specific candle that is a pullback and this is a specific. Why did not I choose this candle? ഈ ഗ്രീൻ ക്യാൻഡിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ പുൾ ബാക്ക് ആണെന്ന് കൺസിഡർ ചെയ്യുന്നില്ല? ഓർ ഈ ക്യാൻഡിലിനെ എന്തുകൊണ്ട് ഞാൻ പുൾ ബാക്ക് ആണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നില്ല? ഓർ ദിസ് ക്രിയേറ്റഡ് എ സ്വിംഗ് ലോ, എന്തുകൊണ്ട് ഞാൻ അതിനെ പുൾ ബാക്ക് ആണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നില്ല? ബിക്കോസ് ദിസ് ഈസ് മൈ സ്റ്റഡി. ഓർ യു വിൽ ഗെറ്റ് ദിസ് ഐഡിയ ഓൺലി ത്രൂ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബിക്കോസ് നോവെയർ ഇൻ ദ വേൾഡ് നോബഡി വിൽ എക്സ്പ്ലെയിൻ യു. ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് മാർക്കറ്റിനെ കണ്ടിരിക്കുന്നത്. സോ ഐ എം എക്സ്പ്ലെയിനിങ് ദ സെയിം തിങ്. ഞാൻ മാർക്കറ്റിനെ എങ്ങനെയാണോ കാണുന്നത്, ആ കാണുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഐ എം ടെലിംഗ് യു ടു ഐഡന്റിഫൈ ദ പുൾ ബാക്ക് ക്യാൻഡിൽസ്. നമ്പർ 1, ഐ എം ടെലിംഗ് യു ടു ഐഡന്റിഫൈ ദ ഡയറക്ഷണൽ മൂവ് ഓഫ് ദ മാർക്കറ്റ്. സോ വി വിൽ ക്രിയേറ്റ് എ നറേറ്റീവ്. Create a narrative in the sense that the thought process of the market and the thought process what you are thinking should be in line with the market. അതാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാർക്കറ്റിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു എൻട്രി പോലും കിട്ടത്തില്ല. സോ 1 entry in a day, 2 entry in a day, less is more എന്ന് പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം അതാണ്. സോ ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞതാണ്, ദിസ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ് വിത്ത് എ പർപ്പസ്, ട്രിഗർ ആക്ടിവേഷൻ എന്ന് ഞാൻ പറഞ്ഞു. സോ വാട്ട് ഹാപ്പൻഡ് ഹിയർ നൗ? ലൈവ് മാർക്കറ്റ്. ലൈവ് മാർക്കറ്റ് അല്ലേ ഇത്? നോക്കുക, ടൈം ഇൻ ചിക്കാഗോ വീണ്ടും ലൈവ് ആണോ അല്ലയോ? ഇനിയിപ്പോൾ ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുത്താന്നൊന്നും പറയരുത്. 3:12 PM ഇതാണ്ട് ലൈവ്. ഇവിടെ നോക്കിയേ, ലൈവ് 15:12, 12:3:15 അല്ലേ? 12 വയസ്സിന് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും 12:3, 15, 12, 19 ലൈവ് മാർക്കറ്റ്. സോ ഇവിടെ നോക്കിയേ, ലൈവ് ആണോ? റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ കണ്ടോ? അപ്പം ഇവിടെ നമുക്കിനി ഒരു 45 minutes കൂടെ ട്രേഡിംഗ് ഉള്ളൂ. ബിഫോർ ദാറ്റ് ഇറ്റ് വിൽ ട്രിഗർ ആൻഡ് സ്വീപ് ദ ലോ മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി പ്രകാരം. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പ്രോഫിറ്റബിൾ പൊസിഷൻ ആണോ നിൽക്കുന്നത്? വി ആർ ഇൻ പ്രോഫിറ്റ്. സോ എന്തുകൊണ്ടാണ് ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതെന്നത്? ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പഠനം വെച്ചിട്ട് ദിസ് ക്യാൻഡിൽ ഈസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ, ദിസ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്നാ ക്യാൻഡിലാണ്? എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, എനിക്കറിയത്തില്ല, അങ്ങനെ കുറേ പേരുകളൊക്കെ ഇതിന് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറേ ക്യാൻഡിലിൻ്റെ പേരെല്ലാം വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന കാര്യത്തിനകത്ത് മാർക്കറ്റിൻ്റെ ഡയറക്ഷണൽ മൂവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് ആക്ച്വലി വരുന്നത്? ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് വരുന്നത്? സെല്ലേഴ്സ് എല്ലാം കൂടെ താഴോട്ട് പോയി ബയേഴ്സ് എല്ലാം കൂടെ പിടിച്ച് പ്രൈസ് മേളിൽ കയറ്റിക്കൊണ്ട് ക്ലോസ് ചെയ്ത് സോ ദ അൾട്ടിമേറ്റ് ഡയറക്ഷൻ ഓഫ് ദ ക്യാൻഡിൽ ഈസ് അപ്സൈഡ് എന്നാണ് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൻ്റെ നരേറ്റീവ് പ്രകാരം, വാട്ട് ഈസ് ഹാപ്പനിങ്, മാർക്കറ്റിൻ്റെ നരേറ്റീവ് പ്രകാരം വൈ ദിസ് ക്യാൻഡിൽ ഈസ് ക്രിയേറ്റഡ്. അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും, ഈസ് ഇറ്റ് എ റിജക്ഷണൽ ക്യാൻഡിൽ ഓർ ഈസ് ഇറ്റ് എ മാംഗോ കോക്കനട്ട് ഓർ മാങ്ങ ക്യാൻഡിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, ചുമ്മാ തമാശന് പറഞ്ഞതേ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ താഴോട്ട് പോകാൻ ക്രിയേറ്റ് ചെയ്യാതാക്കുന്നതാണോ അതോ ഈ ക്യാൻഡിൽ മുകളിലോട്ട് പോകാൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണോ എന്ന് നമ്മൾ ഇനീഷ്യൽ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കുന്നത് ബേസ്ഡ് ഓൺ ദ നരേറ്റീവ് ദാറ്റ് വാട്ട് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം മൈ ലെസൺസ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ കിടന്ന മാർക്കറ്റ് പല ജിമ്മിക്കും കാണിക്കും, ഇങ്ങനെ മുകളിലേക്ക് കയറി താഴോട്ട് കയറി ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഡസൻ മാറ്റർ. ആ ഒരു സംഭവം അല്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബോട്ടം പുൾ ബാക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് ഓർഡേഴ്സും ഇത് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് നോട്ട് ദ ഡയറക്ഷൻ ഓഫ് മാർക്കറ്റ്. സോ നമ്മൾ നോക്കിക്കാണുന്ന ലെവൽസ് ഏതാണ്? ഈ ലെവലാണ് നമ്മൾ സ്വീപ്പിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വീണ്ടും മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വരും. മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? സോ മാർക്കറ്റ് ഇങ്ങോട്ട് കയറി വരുന്നത് ഇതിൻ്റെ 50% ഓഫ് ദ റേഞ്ച് വിൽ ബി സ്വെപ്റ്റ് എവേ. ഡൺ. അതിനുവേണ്ടിയിട്ടാണ് മാർക്കറ്റ് കയറി വരുന്നത്. അപ്പം ആ ഒരു പ്രീമിയം റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി വരും. സോ ആ ഒരു മൂവ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ഇത് മുകളിലേക്കാണ് പോകുന്നതെന്ന്. അന്നേരം നമ്മൾ വീണ്ടും അവിടെ പോയി ബൈ ചെയ്യാൻ തുടങ്ങും, നേരെ താഴോട്ട് വരും. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഇമോഷൻസ്. Trading is not about emotions. It is about how do you understand the market? How do you understand the price movement? How do you understand the price dynamics? എല്ലാം സെയിം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ എല്ലാം ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ വേർഡ്സിലെല്ലാം. അപ്പം ഈ പ്രൈസ് ഡൈനാമിക്സ് എന്ന് പറയുന്നതും പ്രൈസ് റിതം എന്ന് പറയുന്നതും അതിൻ്റെ റിതം എന്ന് പറയുന്നത് എന്താണ്?
ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് മീൻസ് ഇൻ ദ സെൻസ് ഇത് ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വാട്ട് ഈസ് ഹാപ്പൻഡ് ജസ്റ്റ് നൗ ഓർ ജസ്റ്റ് ബിഫോർ ഹാഫ് ആൻ അവർ അല്ലേ? ബിക്കോസ് പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആഡ് മീൻസ് ഇറ്റ്സ് നോട്ട് ഓൺലി ഓൺ ദ ബൈ സൈഡ്, ഇറ്റ്സ് എഗെയിൻ ഓൺ ദ സെൽ സൈഡ് അല്ലേ? അപ്പോൾ പൊസിഷൻ കീപ്പ് ഓൺ ആഡിങ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ഇറ്റ് വിൽ ബി ഫോർ ദ സെൽ സൈഡ്, മേ ബി ഇറ്റ് വിൽ ബി ഫോർ ദ ബൈ സൈഡ്. അൾട്ടിമേറ്റ്ലി വൺ ഡയറക്ഷൻ വിൽ ഫോളോ അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? സോ വോളിയത്തിൻ്റെ ആക്ടിവിറ്റിയിൽ നമുക്കിവിടെ ഇത് കിട്ടി. ഇതാണ് ഇന്നത്തെ ബേസിക് ആയിട്ടുള്ള ലെസൺ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രൈസ് ഇവിടെ ഒന്ന് സ്വീപ്പ് ചെയ്തു ഇതുണ്ടോ, ഈ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പ്രൈസ് മിറ്റിഗേഷൻ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫിൽ ഔട്ട് ചെയ്തു, പ്രൈസ് താഴ്ത്തു വന്നു. ഇറ്റ് പ്രൈസ് ഹാസ് റിട്രേസ്ഡ് ബാക്ക് ഇൻ ടു പ്രീമിയം ലെവൽ അഗെയിൻ ആൻഡ് പ്രൈസ് വിൽ കം ഡൗൺ. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 50% ഓഫ് ദ റേഞ്ച് വന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പ്രൈസ് ഇവൻച്വലി മാർക്കറ്റ് താഴേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ദിസ് ഈക്വൽ ലോ, ഇതാണ് ലോ, ദിസ് ലോ ക്രിയേറ്റഡ് ദ ഹൈ അല്ലേ? ആ ലോയ്ക്ക് ബോട്ടം പ്രൈസ് എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. സോ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കൺസെപ്റ്റ് ആണ് പ്രൈസ് വിൽ കം ബാക്ക്, മിറ്റിഗേറ്റ്, എഗെയിൻ കം ഡൗൺ because a candle closure has been done below the low that created the high is taken away അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് ഓൺ എ മൈനർ സ്ട്രക്ചർ ആണെങ്കിൽ പോലും പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പ്രൈസിൻ്റെ ആക്ടിവിറ്റി ദിസ് ലോ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദിസ് ഹൈ. ഓക്കെ, അപ്പം ഇവിടെ ഇതിനകത്ത് വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ, മാർക്കറ്റ് സ്ട്രക്ചറിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് ദിസ് വീഡിയോ ഈസ് സ്പെസിഫിക്കലി ഫോർ ക്രിയേറ്റിംഗ് ദ വോളിയം സീരീസ്. അപ്പം ഇവിടെ ഈ മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം ഇവിടെ ഇത് ക്യാൻഡിൽ ക്ലോഷർ നടന്നു. അപ്പോൾ ഇനി പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ്? ഒരു പ്രീമിയം റേഞ്ചിലേക്ക് മാർക്കറ്റ് പ്രൈസ് റിട്രേസ് ചെയ്ത് കയറി വന്നു. അതിനുശേഷം പ്രൈസ് നേരെ താഴേക്കല്ലേ ഹെഡ് ചെയ്ത് പിന്നെയും വരേണ്ടത്. അതെ, അപ്പോൾ ഇനി നോക്കിയാൽ മതി പ്രൈസ് ഇനി വരുന്നത്. അപ്പോൾ ഇനി പ്രൈസ് ഇങ്ങനെ താഴെ വരുവാണെങ്കിൽ സോ വാട്ട് ഹാപ്പൻസ്, ഈ ലോ ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും പ്രൈസ് മേളിലേക്ക് ഇവിടം വരും. ഇതിൻ്റെ 50%, ഈ വരുന്ന എവിടെ നിന്നാണോ അവിടെ അതിൻ്റെ 50%. വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു, ഈ ലോ വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, വീണ്ടും ഇവിടെ വരെ 50% വരുന്നു, ഓർ ഇവിടം വരെ വരുന്നു. ഇങ്ങനെ വന്നാലും പിന്നീട് നമ്മൾ ഒരിക്കലും എന്താണ് സംഭവിക്കുന്നത്, ഇതിന് മുകളിൽ പ്രൈസ് കയറി ക്ലോസ് ചെയ്ത് പിന്നീട് നമ്മളിവിടെ കയറി പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യു വിൽ നെവർ ലുക്ക് ഫോർ എ ബൈ ഓപ്പർച്യൂണിറ്റി. യു വിൽ ഓൾവേസ് സെൽ അണ്ടിൽ ദ ലോ ഈസ് ടേക്കൺ. ദാറ്റ്സ് എ സ്ട്രാറ്റജി. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ലോ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രോങ് ലോ ഉണ്ടായിരുന്നല്ലോ, ആ ലോയ്ക്ക് ബോട്ടം വന്നിട്ട് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഞാൻ ലെസൺസ് വീണ്ടും കവർ ചെയ്യാം. എനിവേ നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഇതിനെപ്പറ്റിയാണ്. നമ്മളുടെ ഇതിലേക്ക് വോളിയം ബേസ്ഡ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി പ്രൈസ് ഇവിടെ വന്ന് വരുവാണെങ്കിൽ വീണ്ടും നമ്മൾ പൊസിഷൻ ക്ലോസ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളതുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്, കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും ഇത് ചെയ്യാം. അപ്പം എനിവേ ഇന്നത്തെ ട്രേഡിങ്ങിൽ ലോസ് ഇല്ല, മനസ്സിലായോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി കിട്ടുന്ന എന്താണോ മാർക്കറ്റ് തരുന്നത്, ദാറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഫോർ അസ്, അത്രയുള്ള കാര്യം. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി പ്രത്യേകം വിഷമിക്കൊന്നും വേണ്ട കാര്യമില്ല. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. ബിക്കോസ് വാട്ട് യു സീ ഇസ് എ സെല്ലിംഗ് ആക്ടിവേഷൻ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു, ഇത് നമുക്ക് കളഞ്ഞേക്കാം. സോ എഗെയിൻ ഈ ഒരു ലൈന് നമുക്കിനി വേണ്ട. അപ്പോൾ ഇനി മാർക്കറ്റിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആക്ടിവിറ്റി എന്നാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സീറോ കോസ്റ്റ് ആണ്. സോ ഈ ആക്ടിവിറ്റിയിൽ ഐ ഹാവ് എക്സ്പ്ലെയിൻഡ് യു ഹൗ ടു ടേക്ക് ആൻ എൻട്രി ബേസ്ഡ് ഓൺ വോളിയം, മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ നരേറ്റീവ് എന്താണ്, പ്രൊഫൈലിംഗ്, മാർക്കറ്റിൻ്റെ നമ്മളുടെ വോളിയം പ്രൊഫൈലിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി പോയിന്റ്സ് എവിടെയെല്ലാമാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അത് ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്, സബ്സിക്വൻ്റ് ടൈം വോളിയം അഡീഷൻ പോപ്പപ്പ് നടക്കുന്നുണ്ടായിരുന്നോ ഇല്ലയോ, അതിനുശേഷമുള്ള മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഈ ഒരു പോയിന്റും എൻട്രി എടുക്കാൻ വളരെ നല്ലതായിരുന്നു. ഇവിടെ എൻട്രി എടുക്കുന്നവരും നല്ലതാണ്, പക്ഷേ നമ്മൾ അതിന് മുന്നേ തന്നെ ഇവിടെ തന്നെ എൻട്രി എടുത്തു പോയി. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് അല്ലേ, നമുക്കറിയത്തില്ല എങ്ങനെയാണ് എൻട്രി വരുന്നതെന്നുള്ളത്. സോ നമ്മൾ സ്റ്റിൽ അറ്റ് എ പ്രോഫിറ്റബിൾ പൊസിഷൻ. നൗ ഐ എം വൈൻഡിങ് ഓഫ് ദ വീഡിയോ ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 55 minutes. അപ്പം ഇതിൻ്റെ ടാർഗറ്റ് വരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫൈനൽ വീഡിയോ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പ്രത്യേകം എഴുതണമെന്ന് എല്ലാവരെയും ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കമൻറ്റുകളൊക്കെ വളരെ കുറവാണ്. സോ നിങ്ങളെല്ലാവരും കമൻറ്റ് എഴുതുമ്പോഴാണ് എൻ്റെ ഊർജ്ജം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കമൻറ്റ് എഴുതുക. കൂടുതൽ നല്ല കണ്ടൻറ്റുമായി ഇനിയും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.